ഹായ് വെൽക്കം ടു നമ്മുടെ ചാനലിൽ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നത് ചേച്ചിയുടെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട്, ചേച്ചിയുടെ കുക്കിംഗ് മിസ് ചെയ്യുന്നുണ്ട്. സത്യം എല്ലാതും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ ലൈഫൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ട്ടോ. ഇപ്പോൾ ഒരു പഴയ പുതിയൊരു ജീവിതം, പഴയ ലൈഫിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുള്ള ഒരു ജീവിത രീതി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസാരം മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. മൂക്കൊക്കെ അടഞ്ഞിട്ട് തീരെ വയ്യ. പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കഫക്കെട്ട് ജലദോഷം ഒന്നും മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ പകരമൊക്കെ ഷോപ്പ് തുറന്നിട്ട് രാത്രി ഒരു 6-7 മണിയാകുമ്പോൾ ഞങ്ങൾ നെസ്റ്റോർക്ക് വന്നിട്ട് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഉണ്ടോടെ കൊണ്ട് എങ്ങോട്ടും ഇറങ്ങാനും ഒന്നും പറ്റാറില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ എന്തായാലും പലചരക്ക് സാധനങ്ങളും സോപ്പും പൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ കുഞ്ഞിനും അച്ഛനും എന്തൊക്കെയോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ ഞങ്ങളും അവരുടെ സാധനങ്ങൾ മേടിക്കാൻ അവരും പോയിട്ടാണ്. അങ്ങനെ ഈ കുണുക്കനും കുണിക്കും ഓരോന്നൊക്കെ എടുത്ത് കാണിച്ചിട്ട് അപ്പം ഇത് മേടിക്കട്ടെ. അങ്ങനെ ബാക്കി എല്ലാത്തിനും ഭയങ്കര വില. കുഞ്ഞ് 2 ബുക്ക് എടുക്കട്ടെ ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയാണ് അത് 10 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തോളാം. അങ്ങനെ രണ്ടാളും അതെടുത്ത് ഹാപ്പി ആയിട്ട് അതിലൊക്കെ എന്തോ എഴുതുന്നുണ്ട്. രണ്ടാളും ഒരുപോലത്തേക്കാണ്. പേര് എഴുതി വെക്കാട്ടോ തെറ്റൊന്ന്. ബില്ലടിക്കുന്നതിന് മുന്നേ പേൻ എടുക്കലും എഴുതലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ പോയി അവിടെ നിന്ന് അച്ചും അവർ ചായ കുടിച്ചു, ഞാൻ കുടിച്ചില്ല. അപ്പം എന്നോട് എന്തോ കഴിക്കുമ്പോൾ എന്നൊരു കടി ഞാനും മേടിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. പലചരക്ക് സാധനങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തൊക്കെ അടുക്കളയിൽ നിരത്തിയിട്ടുണ്ട്. സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തുമ്പോൾ വേറെ എവിടെ ഇല്ല. നെക്സ്റ്റ് ഒന്ന് ബില്ലൊക്കെ അടിച്ച് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ ഈ ടൈമായി. പിന്നെ ചാർജ് ആയിട്ടാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ സമയമായിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഷോപ്പിൽ പോയി പണികളും കാര്യമൊക്കെ കഴിഞ്ഞ് ഷോപ്പിൽ എത്തിയപ്പോഴേ നമ്മുടെ സാരിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു. അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കൂടുതലും ജോർജൻ്റെ സാരിക്കാണ് കേട്ടോ ഡിമാൻഡ്. അതേപോലെ ഞാൻ ഓപ്പണിങ്ങിന് കൊടുത്ത സാരിയുടെ സെയിം മെറ്റീരിയൽ കളർ ചേഞ്ച് ആണ് ഈ ഒരു സാരി. അതേപോലെ ഓണത്തിന് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഉണ്ണിക്കണ്ണൻ്റെ സെറ്റ് മുണ്ട് കേട്ടോ. ഉണ്ണിക്കണ്ണൻ്റെ സെറ്റ് മുണ്ട് ഏകദേശമൊക്കെ തീർന്നു തുടങ്ങി. ഇപ്പോൾ കഥകളിയും താമര അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ആവശ്യക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്മുടെ കൃപയുടെ അപ്പോൾ വാട്സപ്പിൽ സമയം 9:45 എൻ്റെ വീടെത്തിയിട്ടുണ്ട്. ഷോപ്പൊക്കെ അടച്ച് വീടെത്തി. ഇനി നമ്മുടെ പണികൾ കാണണ്ടേ? നീ കറി ഉണ്ടാക്കാം. അപ്പം മാക്സി എടുത്ത് ഇങ്ങനെ ഒരു കുത്തും. ഇങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങും നമ്മുടെ പണികൾ. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ നേരത്തല്ല. പിന്നെ പണിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ആദ്യം ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. മീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ അരണടുത്ത പാറയമ്പാടത്തുള്ള മീൻകാരൻ. അപ്പോൾ കുട്ടിയോട് ഞാൻ ചോദിച്ചു ഒന്ന് നന്നാക്കി തരുമോ എന്ന് ചോദിച്ചു. നന്നാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സഹായിക്കാൻ ഓരോരുത്തരുള്ള കാര്യം നമ്മുടെ കാര്യം കഴിഞ്ഞു പോകും. അങ്ങനെ മീൻ കറി വെക്കാനുള്ളത്, കുറച്ച് വറക്കാനുള്ളത്. എന്നും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ നടക്കുകയില്ല കേട്ടോ. ഇന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എന്നും രാത്രി ഇതാണ് അവസ്ഥ. നമ്മളോട് ഒരു വീഡിയോ എടുക്കാത്ത എന്താന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലൈഫാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ജീവിത രീതിയാണ് കാണിക്കുന്നത്. നല്ല സമയം 9:45 മീൻ മേടിച്ചു കൊടുന്നു. അപ്പോൾ അതൊക്കെ കഴുകി കറി വറക്കാനുള്ളത് വറക്കുക. രാവിലെ വെച്ചതൊക്കെ രാത്രിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ ദിവസമായി അച്ചു ഞങ്ങൾ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോറിനെങ്കിൽ വല്ല നത്തൂരിയോ ചാളയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് കഴിക്കൂട്ടോ. അച്ചുവിനെ ചെറുവക മീനുകളൊന്നും ഇഷ്ടമില്ല. ഇങ്ങനെ വെട്ടുമീൻ എന്തെങ്കിലും വേണം. അപ്പോൾ ഒരു 1 കിലോ വെട്ടുമീൻ മേടിച്ചു. ഞങ്ങൾ പിന്നെ അയിലോ ചാളയോ നത്തൂരി അതൊക്കെ ഞങ്ങൾ കഴിക്കൂട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മീൻ അന്വേഷിച്ചാലും കിട്ടാറില്ല. അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു കേട്ടോ. അപ്പോൾ 1 കിലോ ചൂടയും 1 കിലോ കേര അങ്ങനത്തെ സാധനമില്ല അത് മേടിച്ചു കേട്ടോ. അത് ചോദിച്ചു നത്തൂരി കുറച്ച് മസാല പരട്ടിയിട്ട് ഇപ്പോഴേക്ക് കുറച്ച് വറക്കാം, നാളേക്ക് കുറച്ച് വറക്കം വെച്ചു. അങ്ങനെ ഈ മീനൊക്കെ പരട്ടി 4 കഷ്ണം ആ കേരയുടെ ഇട്ടു കേട്ടോ. വേറെ ഒന്നുമില്ല. നാളെ രാവിലെ ഉണ്ടാക്കും സ്കൂളിൽ ചോറുണ്ടുമ്പോൾ ഉള്ളില്ലാത്ത മീനല്ലേ. അങ്ങനെ എനിക്ക് എൻ്റെ അനുവായിട്ടുള്ള കാര്യം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിലും ഒരു ഷോപ്പ് കൊണ്ട് നടക്കുകയാണെങ്കിലും ഒരു കുടുംബം കൊണ്ട് നടക്കുന്നത് തന്നെ എൻ്റെ എൻ്റെ വിലങ്കൈ എന്ന് പറയേണ്ട അനുവേട്ടൻ കേട്ടോ. അനുവേട്ടനില്ലെങ്കിൽ ഞാൻ എന്തേ തളർന്നു പോയാൽ ആ ഒരു മനുഷ്യനാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എല്ലാം എൻ്റെ ഹെൽത്തും ഒക്കെയല്ല, ഒന്നും ഒക്കെയല്ല, എന്നിട്ട് പോലും അനുവേട്ടനാണ് എന്നെ പിടിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ ഒപ്പത്തിനൊപ്പം ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മീൻ കൂട്ടാൻ വെക്കണ ഒരു തിക്ക് തിരക്കാണ് കാണുന്നത്. അപ്പോഴേക്കും അനുവേട്ടൻ ഉള്ളി സബോളയൊക്കെ നന്നാക്കി തരുന്നുണ്ട്. അങ്ങനെ ഒരു
കാര്യം അപ്പുറത്ത് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പുറത്ത് കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ദേ വീഡിയോ പോസ്റ്റ് ചെയ്ത മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന സാരിയുടെ റൈറ്റ് വെച്ചിട്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ആ ഫോൺ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ എഡിറ്റിങ് നടക്കില്ല. ഏതെങ്കിലും ഒരു ഫോൺ എനിക്ക് മനസ്സിലായോ? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ പതുക്കെ പോലെ അന്വേഷണം മെസ്സേജ് ചെയ്യാൻ പഠിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആകുമ്പോൾ പോവില്ല. എനിക്കാണെങ്കിൽ ഈ യൂട്യൂബ് കൈ വിട്ടുമ്പോൾ തീരെ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു കാണാകാശമായിട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഈ ഒരു കാശ് കൊണ്ടാണ്. അങ്ങനെ ഈ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പ്രാരാബ്ദമൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അവസ്ഥകളും നമ്മുടെ കഥകളാണ് നിങ്ങളോട് പറയണത്. നിങ്ങൾ തന്നെ ഞങ്ങളെ സ്നേഹിക്കണവരോട്. മൂക്ക് നല്ല മാതിരി അടഞ്ഞിട്ടുണ്ട് കേട്ടോ, സോറി. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വയ്യ. അങ്ങനെ നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വണങ്ങി നിൽക്കാനുള്ള നേരമൊന്നും ഇല്ല. സമയം മാതിരിയായി 10-11 ഇങ്ങനെ സമയം ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയും പെട്ടെന്നാണ് സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ മസാലകളിലൊക്കെ കുത്തുപോയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ടുള്ള കറി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ ഞാൻ കൂടുതലും കുടംപുളിയേക്കാളും കൂടുതലും ഇടുന്നത് കോരംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മിളക് ചാറാട്ട വെക്കൽ. ഇതാകുമ്പോൾ 2 ദിവസം കേടൊക്കെ വരാണ്ടിരിക്കും. അപ്പോൾ ഞാനായിട്ട് പാത്രം കഴുകാൻ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട അനിയേട്ടൻ പൊളിച്ചു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി ഭക്ഷണം ഉണ്ടാക്കണം. അനിയേട്ടൻ എവിടെയോ വന്നപ്പോൾ കുറച്ച് ഉറുമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചോക്ക് ലക്ഷ്മണരേഖ വരച്ചപ്പോൾ ആ മേത്തേക്ക് ഫുള്ള് ഉറുമ്പ് വീണു കേട്ടോ. അതാണ് ഷർട്ട് ഊരിട്ടിട്ട് മാതി മാതി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതേ ഉണ്ണോട് സ്കൂളിൻ്റെ ഫുഡ് കൊണ്ടുപോയി പാത്രം, ഞങ്ങൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന പാത്രം, അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ രാവിലെ തൊട്ടുള്ളത് കഴുകാൻ. ഉള്ള ഫുഡിൻ്റെയും സ്നാക്സിൻ്റെയും ഞങ്ങൾ കൊണ്ടുപോയതിൻ്റെയും പിന്നെ ഇപ്പോൾ ഫുഡ് വെക്കണതിൻ്റെ അങ്ങനെ ഇരുന്ന് പാത്രം പറന്ന് ഇങ്ങനെ കഴുകി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഉള്ള പാത്രമാണെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് കഴുകിയാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സമയം ഇപ്പോൾ ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ 8:09 കേട്ടോ. ഉണ്ണോളെ ട്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിക്കുന്നവർക്ക് നേരത്തെ ട്യൂഷൻ ഉണ്ടായില്ല, അവരമ്മയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നേരത്തെ ഉള്ളത്. അപ്പോൾ അവർ ട്യൂഷനാകാൻ വേണ്ടി പോയിട്ട് ഞാൻ എപ്പോഴും ഷോപ്പിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ് പോസ്റ്റിങ് വീട്ടിൽ പോയി ഒന്നും നടക്കില്ല. വീഡിയോ ഇടാനോ കാര്യങ്ങളോ ഒന്നും പറ്റി. നാളെ തൊട്ട് കറക്റ്റ് വീഡിയോ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ എനിക്ക് ആവശ്യമാണ്. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ കൃപ നമ്മുടെ ഇൻസ്റ്റ പേജും ഉപ്പുമുളക് ഇൻസ്റ്റ പേജും ഒക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ ഇടുന്ന അപ്ഡേഷൻ സാരികളുടെ വീഡിയോസൊക്കെ വേഗം കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ തിളച്ച വെള്ളത്തിൽ ഉള്ള പാത്രം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഇട്ടെടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി മേശേമിക്ക് ഫുഡ് എത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഇവിടെ വെച്ചു, മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് മീൻകറി, കുഞ്ഞിന് മീൻകറി കഴിക്കാൻ ഇഷ്ടമല്ലേന്ന് വെച്ചിട്ട് കുറച്ച് പുളിശ്ശേരി വെച്ചിട്ടുണ്ട്. പുളിശ്ശേരി അല്ല, ചമ്മന്തിയോ എന്തൊക്കെയോ കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. സത്യം പറഞ്ഞില്ല എനിക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. നത്തോലി വറുത്തിട്ടുണ്ട്. കുഞ്ഞ് നത്തോലി കൂട്ടി ചോറിട്ട്, കുഞ്ഞിന് അതിഷ്ടം, മീനിഷ്ടം. അങ്ങനെ നത്തോലി വറുത്തത് ഒരു പാത്രത്തിലാക്കിയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വാഷിംഗ് ബേസിൻ്റെ അലമ്പായിട്ട് കിടക്കും കേട്ടോ. എനിക്കാണെങ്കിൽ വീട് ഇങ്ങനെ അലമ്പായി കിടന്നു ഭയങ്കര ടെൻഷനാട്ടോ. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ആവും, നമ്മുടെ വീട് ഇങ്ങനെ വൃത്തിയിലാണ്ട് കിടന്നത്. എനിക്കങ്ങനെ ഭയങ്കര തൊഴിലാണ്. അപ്പോൾ വന്നു വാഷ് ബേസിൻ കഴിഞ്ഞപ്പോൾ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം തെറിച്ചിട്ടുള്ള ഇത് ഒക്കെയാണല്ലോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ കെടുക്കാത്തതാണ്. ഇപ്പം പിള്ളേർ ഞങ്ങളില്ലാത്ത നേരത്തൊക്കെ പിള്ളേരുടെ ഒരു കല്യാണ വീടേ, ഞങ്ങളുള്ളപ്പോൾ അവർക്ക് അറിഞ്ഞു ഞങ്ങളിത് ചീത്ത വെക്കും എന്നൊക്കെയാണ് അവർ ഒതുക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളപ്പോൾ. എന്തെങ്കിലും കളർ അടിക്കുന്നത് പെയിൻ്റ് അടിക്കുന്ന സാധനമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ വൈറ്റ് ടൈലും ആവുകയാണ്. അതുകൊണ്ടാണ് ശബ്ദം മനസ്സിലാവില്ലെന്ന് അറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഭക്ഷണമൊക്കെ മേശയും അനിയനും ഞാനും കൂടെ എത്തിച്ചു. ഞാൻ കുണിക്കനോടും കുളിക്കനോടും കുഞ്ഞിനെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് വായു പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിതേ ഞാൻ പറഞ്ഞു അനുവേട്ടൻ കുളി കഴിഞ്ഞു, ഞാൻ മേല് കുളിച്ചിട്ട് വരാമെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ എടുത്ത് മുകളിലേക്ക് കെട്ടി വെച്ചിട്ട് രാവിലെ ഷോപ്പിലേക്ക് വരുന്നതല്ലേ, അപ്പോൾ മേലൊക്കെ ഒന്ന് നനയ്ക്കാന്ന് വെച്ചു. അതേ മേല് കുളിക്കാൻ പോണ പോക്കാണ് കാണേണ്ടത്. എന്ന് വെച്ചാൽ ഈ കണ്ട പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ മാക്സിയൊക്കെ നല്ല മാതിരി നനയും. അങ്ങനെ മേലൊക്കെ നനച്ച് വന്നപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഉഷാറാട്ടോ. അപ്പോഴും വലിയ ഉഷാറില്ല. എന്താ വെച്ചാൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകണം, മേശ തുടയ്ക്കണം, അടുക്കള ക്ലീൻ ആക്കിയിടണം, എന്നിട്ടൊക്കെ വന്നിട്ട് വേണം നമുക്ക് തണ്ടൽ ഓർത്ത്. അതുമാത്രമല്ല ഇത്ര നേരം നമ്മൾ മെസ്സേജ് നോക്കാത്തതിൻ്റെ മെസ്സേജുകളൊക്കെ വന്നിട്ടുള്ളൂ. ഞാനൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണമെങ്കിൽ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കണം. ഞാൻ വേനേക്കാൾ മുന്നേ ഇവർ കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞാൻ അച്ചാറ് കൊണ്ട് വെച്ചിട്ട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പോയിട്ട് അച്ചാറ് കൊടുന്നു കേട്ടോ.
പകലൊന്നും ഒന്നും കഴിക്കാനില്ല. അപ്പം അവര് കുഞ്ഞിന് അച്ഛന് ചോറ് വെച്ച് വെച്ചിട്ട് വരും കേട്ടോ. ഇവര് കഴിക്കില്ല. പിന്നെ രാത്രി ആകുമ്പോൾ ചോറ് കളയുന്ന വെച്ചിട്ട് ഇപ്പം ചോറ് കഴിക്കുക. ഇനി നാളെ തൊട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചോറ് കഴിക്കില്ല, നിങ്ങൾ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യമുണ്ട്. ആകെ ഒരു അര കയ്യിലാണ് കഴിക്കുന്നത്. എന്നാലും നമ്മുടെ അസുഖത്തിന് അതൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളതേ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി അതൊക്കെ അടച്ചു, മറ്റേ അടുക്കള അടച്ചു. അപ്പോഴേക്കും ഉണ്ണികളൊക്കെ വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിനെ അച്ഛൻ പോയി കിടന്നു. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങളുടെ സ്വർഗം എന്ന് പറയില്ലേ, നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ സ്വർഗം നമ്മുടെ ബെഡ്റൂമായിട്ട് സത്യം. നമ്മുടെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഞാൻ ഈ റൂമിനുള്ളിലേക്ക് ടെൻഷനിൽ കൊണ്ടില്ല. എന്താ വെച്ചാൽ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് ഡബ് ചെയ്യണ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാണ്ട് ഇപ്പം ഇങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ടാ എല്ലാവരും. എന്താ ചെയ്യുക, നമ്മൾക്ക് നോക്കാൻ പറ്റണില്ല, അതാണ് അവസ്ഥ. അങ്ങനെ ഞാനും കുറുക്കിനും കൂടി ഇരുന്നിട്ട് ഓർഡറുകൾക്കുള്ള മെസ്സേജിനൊക്കെ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ കുണുക്ക ഓരോന്ന് പറഞ്ഞിട്ട് അത് ഇത് എന്നിട്ട് കുണുക്കം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ നേരെ വെളുക്കുക, ഒരു പണിയില്ല കേട്ടാ. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നേരെ വെളുത്തു. നേരെ വെളുത്തു, അന്നേട്ടൻ എണീച്ചു, ഞാനും എണീച്ചു. അന്നേട്ടൻ എണീച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് എത്തിയില്ല. പിന്നെ ഞാനാണ് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ വീട് കണ്ട ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീട് ക്ലീൻ ആയി കിടന്നില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. വീട് എപ്പോഴും നല്ല വൃത്തിയിൽ കിടക്കണം. എനിക്കതാ അത് കുറേ അങ്ങനെ തന്നെയാണ് കേട്ടോ. പണ്ടും അങ്ങനെയാണ്, ഒരു അമ്പലം പോലെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അങ്ങനെ നടക്കാറില്ല. അങ്ങനെ നമ്മൾ തലേദിവസത്തെ മീൻകറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അരി കഴുകിയിട്ടു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പുട്ടും ഗ്രീൻ പീസ് കറി പിന്നെ ചപ്പാത്തി പാക്കറ്റ് ചെയ്യുന്നുണ്ട്. അച്ചൂന് 2-4 ചപ്പാത്തി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടികൾ പച്ചപ്പയർ അടിച്ചിട്ടുണ്ട്. അച്ചൂനാണെങ്കിൽ മറ്റുള്ള ഉപ്പേരികളൊന്നും അച്ചൂന് ഇഷ്ടമില്ല. അച്ചൂന് ഈ അച്ചിങ്ങപ്പയറാണ് ഇഷ്ടം. നമ്മുടെ അവിടെ പച്ചപ്പയർ എന്ന് പറയും, അച്ചൂൻ്റെ നാട്ടിൽ അച്ചിങ്ങപ്പയർ എന്ന് പറയും. അപ്പോൾ അതൊക്കെ വലിയൊരു പാത്രത്തിലിട്ട് കഴുകി അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ചപ്പാത്തി ഞാൻ ചോദിച്ചു ആദ്യം ചപ്പാത്തി ചുട്ട് ഒരു കാസറോളിലിട്ട് മാറ്റി. എന്ന് വെച്ചാൽ വേഗം പരമാവധി പണികൾ വേഗം കഴിക്കുക. എന്ന് വെച്ചാൽ ഞാൻ എനിക്കുമ്പോൾ ഒന്ന് നേരെ വൈകിട്ട് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ഒരു 7:45 6:15 അങ്ങനെ ആയിട്ടുണ്ട്. 6:45 കഴിച്ചു. 7:15 ആകുമ്പോഴാണ് അടുക്കളയിലേക്ക് എത്തുന്നത്. നമ്മുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് എത്തുന്നത് കേട്ടോ. വയ്യ, തണ്ടൽ വേദനയും മേലും കൈവേദനയും ഒക്കെ ഉണ്ട്. അതാണ് ഈ തണ്ടലിക്ക് കൈ കുത്തി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് കറിക്കുള്ള സബോളയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കാനായിട്ട് ഞാൻ ഗ്രീൻ പീസ് കറിക്ക് അങ്ങനെ കുറേ മസാലകളൊന്നും ഇടില്ല, ഇഞ്ചി ഇടില്ല. സബോളയും തക്കാളിയും വെളുത്തുള്ളിയും മാത്രം, പച്ചമുളകും ഇത് മാത്രമായിട്ട് ഞാൻ ഗ്രീൻ പീസ് കറിയിലിടുള്ളൂ. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഞാൻ സബോള കുരുമുനാന്നിങ്ങനെ എനിക്ക് കട്ടിംഗ് ബോർഡ് ഒന്നും എടുത്ത് അരിയാനുള്ള നേരില്ല. സത്യം പറഞ്ഞാൽ അതാണ്. ആ കട്ടിംഗ് ബോർഡ് എടുത്ത് കഴുകി അവിടെ വെച്ച് അയിമ്പ് വെച്ച് അരിഞ്ഞ് വരാനുള്ള നേരില്ല. അപ്പം ഞാൻ വേഗം കയ്യിൽ വെച്ചിട്ട് അങ്ങനെ അരിയുമ്പോൾ കൈ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ മുറിയൂട്ടെ, ഇങ്ങനെ കുരുമുനാന്നിട്ട് മുറിഞ്ഞ് വിരലൊക്കെ ഭയങ്കര ഇതായിരിക്കും കാണാൻ. ഇങ്ങനെ ശരിക്കും സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരിയണത്. പരമാവധി കനം കുറഞ്ഞ അരിയൂട്ടോ. എൻ്റെ അമ്മ ഇതുപോലെയാണ്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കട്ടിങ് ബോർഡ് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. എൻ്റെ അമ്മയും എന്ത് സാധനം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അരിയട്ടോ. അപ്പം അത് കണ്ട് ശീലിച്ച ഞാനും അങ്ങനെയല്ല, അങ്ങനെ ആവും. അമ്മയെ കണ്ടുപഠിച്ച മകളല്ലേ. മൂക്കടഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു കഷ്ടം. മൂക്കിലൊരിക്കൽ തുള്ളി മരുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ ഇല്ല. രാത്രി ഉറങ്ങണമെങ്കിൽ മൂക്കിൽ തുള്ളി മരുന്ന് ഒഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1 മാസം 1.5 മാസമായിട്ട് നമുക്കിങ്ങനെ മൂക്കടപ്പ് വന്നിട്ട്. ഇതിനിടയിൽ 2 ദിവസം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരത്തെ അനിയോട് പറഞ്ഞു എന്താണ് വയ്യാണ്ടാവണ്ട, രൂപം മാറുണ്ടല്ലോ എന്ന് തന്നെയായിട്ട് പറഞ്ഞോളൂ. ശരിക്കും അതേപോലെ ആയിട്ടാ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ തിളച്ചു, ഗ്രീൻ പീസ് കറി തിളച്ചു. അപ്പോൾ ഇത് പച്ചപ്പയർ കണ്ട പച്ചപ്പയർ കഴുകാൻ വേണ്ടി കവർന്ന് ഇട്ടിട്ട് വലിയൊരു പാത്രത്തിന് വെള്ളം നിറച്ചിട്ട് അതിനതിൽ കഴുകിയെടുത്തു. എന്നിട്ട് ഒടിപ്പയറില്ലേ, ഒടിക്കണ പയർ അതൊക്കെ തണ്ടും തലയും വാലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞാക്കിയിട്ട് കയ്യിൽ തന്നെ വെച്ച് അരിയണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള നേരമില്ല, ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടൈമില്ല. ഞാൻ കുറേ ദിവസമായി പറയണു നമുക്കിനി 5 മണിക്ക് എണീച്ചാലോ എന്നൊക്കെ കേട്ടോ. പക്ഷെ നടക്കണില്ല. ഈ റെസ്റ്റില്ല, ഉച്ചയ്ക്ക് റെസ്റ്റില്ല, രാത്രി റെസ്റ്റില്ല. എന്താ പറയുക, പട്ടിച്ചന്തയ്ക്ക് പോണ പോലത്തെ ഒരു ലൈഫ്.
അങ്ങനെ നമ്മളിത് ഈ ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇനി ചുവന്നുള്ളി കടുകിട്ടു, ചുവന്നുള്ളി ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് അത് ഒരു ഉപ്പേരി കൂടി വെച്ച് നമ്മുടെ ഉപ്പേരി സെറ്റ് ഇട്ടാം കേട്ടോ. എനിക്ക് ഉപ്പേരി ഞാൻ പച്ചപ്പയർ വേവിക്കില്ല, വെള്ളം ഉപ്പിട്ടിട്ട് വേവിക്കില്ല, ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാൻ എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ഒരു വേവിക്കുക ചെയ്യട്ടെ, വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുക ചെയ്യുക, എന്നിട്ടാണ് കാച്ചുക. പക്ഷെ ഞാനാണെങ്കിലോ ഇങ്ങനെ ആവിയിൽ വേവിക്കുക ചെയ്യട്ടെ. അനുവേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കാണും. പിന്നെ ദേ ഒരു ആപ്പിളിൻ്റെ പകുതി കുറുക്കാനും കുറുക്കിക്കാക്കി. പിന്നെ നമ്മൾ നേരെ വേകുമ്പോൾ നമുക്ക് നെഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കാൻ പറ്റില്ല, വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു നേരമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നെഗേഴ്സും കാര്യങ്ങളൊക്കെ ആക്കി. സോസാണെങ്കിലോ ഒഴിച്ചിട്ട് വേണ്ടില്ല. എൻ്റെ കെട്ടുവനെ എത്തിയിട്ടുണ്ട്. കെട്ടുവനെ മൂക്കടഞ്ഞിട്ട് വയ്യ, മൂത്രം വെച്ചിട്ട് വരാത്ര. വേഗിലുണ്ടാ ശരി, ഞാൻ എത്ര നേരമായി ശ്വാസം കിട്ടാണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ള സ്നാക്സും കാര്യങ്ങളാക്കി. ഇനി ഉച്ചത്തേക്കുള്ള ഫുഡിന് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേക്കുള്ള കറികൾ പുളിശ്ശേരി ഉണ്ടാക്കി, നല്ല കട്ടിയില നല്ല പുളി കുറഞ്ഞ തൈര് കൊണ്ട് കേട്ടോ, എന്നാലും അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുളിശ്ശേരി. പിന്നെ ഇത് കുറച്ച് ചോറാക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം കുഞ്ഞ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒരു ചട്ടകം ചോറുള്ളൂ, അതിങ്ങനെ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ പരത്തണ കാരണം നിങ്ങൾക്ക് തോന്നുന്നതാണ് ഉണ്ടോണ്ട് ഇത്ര കഴിക്കുന്നത്. പിന്നെ കുറുക്കൻ്റെ ഫേവറേറ്റ് ആണ് നാളികേര ചമ്മന്തി, അതിട്ട് എടുത്തു. പിന്നെ ഈ പച്ചപ്പയർ ഉപ്പേരി കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു വെട്ടുമീൻ 2 പീസ് ഇങ്ങനെ കുഞ്ഞിത് എടുത്ത് വെച്ചിരുന്നത് ഉണ്ടോൾക്ക് മാത്രം, സ്കൂളിൽ കൊണ്ടായില്ലേ, മുള്ളൊന്നും ഇല്ലല്ലോ, അവർ കഴിക്കാൻ സുഖമല്ലേ, അങ്ങനെ കേട്ടോ അത് എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ പാത്രം അടച്ച് വെച്ചു. ഇനി അതൊക്കെ ബാഗിലേക്ക് ആക്കണം കേട്ടോ. സത്യം പറഞ്ഞ സമയം 8:30 ആയിട്ട് 9 മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8:45 ആവാറായിട്ടുണ്ട് ഏകദേശം കിട്ടാനായിട്ട്. അവിടെ നിന്നൊരു സമയം പറഞ്ഞിട്ട്, പക്ഷെ എന്താ ചെയ്യുക, നമ്മള് പറഞ്ഞല്ലേ ഊട്ടി പടഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ലാത്ത കാര്യം. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഉണ്ണിയാളെ യൂണിഫോം തേച്ചു, അതും ഇതിൻ്റെ ഇടയിൽ നടക്കണേ. എന്താ പറയുക, രാവിലെ ഒരു പെടച്ചിൽ. ഇപ്പം ആദ്യമൊക്കെ രാവിലെ പെടച്ചില്, ഇപ്പം രാവും പകലും പെടച്ചില. അങ്ങനെ 2 ആളേന് കൊടുത്തിട്ട് യൂണിഫോം മാറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ കൊടുക്കുന്ന സ്കൂളിൽ മീറ്റിംഗ് ആണ്, PTA മീറ്റിംഗ് ആണ്. ഈ വർഷത്തെ ആദ്യത്തെ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞല്ലോ, പണ്ടത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന്, ഇപ്പം ഞാൻ ഗവൺമെൻറ് സ്കൂൾ പഠിച്ചിട്ടുണ്ട്, പൊന്നു പള്ളി സ്കൂൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞിനും ബദനി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളുകളിലേക്കൊക്കെ നമുക്ക് പോവാ എന്ന് പറയുമ്പോഴേക്ക് എൻ്റെ ടെൻഷനാട്ടോ. അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ വായിലിരിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കണം കേട്ടോ, സത്യം. അപ്പോൾ അത് നിങ്ങളുടെ കുട്ടി പഠിക്കാനായിട്ടല്ലേ കേൾക്കണേ, ഇനിയിപ്പോൾ ആ കമൻറ്റ് വരും, എന്തോ ആവട്ടെ. പക്ഷേ ഇവരുടെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം ഞാൻ എപ്പോഴും പറയാം, അവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർ ഒരു പേരൻസിനെ അവർ ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നില്ല അവിടെ. ഇങ്ങനെ മക്കളെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ച് പറയുക, അത് ഭയങ്കര ഒരു ഇതാണ്. മറ്റുള്ള പേരൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടിയോട് പഠിക്കണില്ല, അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷെ കുറിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ ഒരു സ്കൂൾ പോകുമ്പോൾ ടെൻഷനാണ്. സ്കൂൾ ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ ഒരിക്കലും ഇവരുടെ മുന്നത്തെ സ്കൂളൊക്കെ അത്ര ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവരെ കൊണ്ടാക്കി വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഉണ്ണിയെ ഇന്ന് മീറ്റിംഗ് ആണ്, അച്ചാച്ചനാന്ന് ചോദിക്കും, മുടിയൊന്ന് ഡൈ അടിക്കണം, എനിക്ക് മുടിയൊന്ന് വെട്ടണം, ഷേവ് ചെയ്യണം എന്നൊന്നും. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് ഡൈ അടിക്കാൻ വന്നാട്ടോ. നോക്കി അപ്പോൾ കുറച്ച് നേരമായിട്ട് വന്നിട്ട് കാണാണ്ടായപ്പോൾ വന്ന് നോക്കിയപ്പോൾ മുടി ഡൈ അടിക്കണു, ഷേവ് ചെയ്ത് കഴിഞ്ഞു, മുടി വെട്ടി, ഇപ്പോൾ ഡൈ അടിക്കണം. നമ്മൾ സ്ഥിരം അതിനുവേണ്ടി കുറുക്കിന് മുടി വെട്ടി നമ്മൾ വിളിക്കാനായിട്ട് പോകാം. നമുക്ക് ഇവിടെ ഭയങ്കര ഒരു ഹിന്ദിക്കാരാണെങ്കിൽ പോലും നമുക്ക് അവർ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുന്ന് ഫോണിലൊക്കെ കളിക്കുന്നത്, നമുക്കവർ സംസാരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും അവർ ഭയങ്കര ഒരു ഇതാണ്, നമ്മളോട് ഭയങ്കര അടുപ്പാട്ടോ. സത്യം പറഞ്ഞാൽ എന്നെ കാണാണ്ട് കുറച്ച് കഴിഞ്ഞ് പോയിക്കുമ്പോൾ ഫേഷ്യൽ ചെയ്ത് കിടക്കും. വിശന്ന് പണ്ടാറടങ്ങി വീട് വന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഷോപ്പിലേക്ക് വന്നു. ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് മാറി, ഷോപ്പിലേക്ക് പോകുമ്പോൾ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. മീറ്റിങ്ങിൻ്റെ ടൈമായപ്പോൾ ഡ്രസ്സൊക്കെ മാറി. കൊറിയർ പോസ്റ്റ് ഓഫീസിൽ അയക്കാണ്ടായിരുന്നു. നേരെ പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയറൊക്കെ അയച്ചു. നേരെ മീറ്റിങ്ങിന് വന്നു കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഇന്ന് പരീക്ഷയുടെ എക്സാമൊക്കെ നല്ല നിലയ്ക്ക് എഴുതി ക്ഷീണിച്ചു വന്ന മക്കൾക്ക് പപ്സ് അച്ഛൻ്റെ വക. കുട്ടി നല്ല മാർക്ക് മേടിച്ചിട്ട് ക്ഷീണമാണ് കാണുന്നത്. IT മാത്രം കുറച്ച് മാർക്ക് കുറഞ്ഞു, ബാക്കിയൊക്കെ ഓക്കെയാണ്. IT മാത്രമാണ് കുറച്ച് കുറഞ്ഞു. നിനക്ക് എന്തായാലും മതിയെന്ന് പറഞ്ഞേ. ഇപ്പൊ വണ്ടി നഷ്ട കച്ചവടത്തിന് പോകണ്ട അച്ഛന് നിങ്ങളോട്ട്.
ആർക്ക് മേടിക്കില്ല എന്നുള്ള തെറ്റാ ചെയ്തിട്ടുള്ള പുളിങ്കൂര് അരിമണി വറുത്തതൊക്കെ കിട്ടിയത്. നിങ്ങളെന്താ കഴിക്കുന്നത്? ഓണ സ്പെഷ്യലായിട്ട് നമ്മുടെ സെറ്റ് സാരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. സെറ്റ് സാരി മാത്രമല്ല, ഓർണമെന്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഈ ഓർണമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുള്ള കൃപലത്തെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓണത്തിന്റെ. നോക്കി, നല്ല ഭംഗി, നല്ല ഫിനിഷിങ് ആണ് കേട്ടോ. ഈ പെയിന്റിങ്ങിനേക്കാൾ ഒന്നുകൂടി ഫിനിഷിങ് തോന്നണ ഒരു തോന്നുന്നുണ്ട്. ഇത് ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിട്ട് നമുക്കൊരു ഫംഗ്ഷനും, അതായത് ഓണ സെലിബ്രേഷനൊക്കെ കൊടുത്ത് പോകാൻ പറ്റിയൊരു സെറ്റ്. ഇതിന്റെ കുറച്ച് കളക്ഷൻ കൂടി ഉണ്ട്, അതിനെപ്പ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടാ. എടുക്ക, എന്താണ് നോക്കി നിക്കണ്? കൃഷ്ണനെ, നമ്മുടെ ഹൈലൈറ്റ് ആണ് കേട്ടോ കൃഷ്ണൻ. നമ്മുടെ ആദ്യം ഇറക്കിയതൊക്കെ ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു കൃഷ്ണനൊക്കെ പോയി. നോക്കി, നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണനാണ് കേട്ടോ. നോക്കി ഫേസ് ഉണ്ടോ, കൃഷ്ണനുണ്ടോ നോക്കി. അപ്പൊ ഇതാണ് കേട്ടോ കൃഷ്ണന്റെ സെറ്റ് സാരിയാണ്. സെറ്റ് മുണ്ടില്ല നമ്മളില്. കൃഷ്ണനാണ് കേട്ടോ. കണ്ട, വെണ്ണ കട്ട് ചെയ്യുന്ന കൃഷ്ണൻ. അതോ ഇത് ഭംഗിയെന്ന് പറയുകയാണ്. സൂപ്പറാണ്. താമരമുട്ടിന്റെ ഇടയിലൊക്കെ കിടക്കണം നമ്മുടെ. ഇതിനൊക്കെ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. ബ്ലൗസാണ് ഈ വരുന്നത്. കണ്ട, ഇതിന്റെ ബ്ലൗസാണ് ഇങ്ങനെ താമരയുടെ മുട്ട് പോലെയാണ് കേട്ടോ വരുന്നത്. ഭയങ്കര രസമാണ്. ഇത് ടിഷ്യൂലാണ് വരുന്നത് കേട്ടോ. ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതാണ് കേട്ടാ. നേരത്തെ ഈ പൂവ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടാ. എന്താ വെച്ചാൽ നമ്മൾ ഹിന്ദുക്കളൊക്കെ അല്ലാണ്ട് ഈ ഓണത്തിന് വല്ല ഓഫീസുകളിലൊക്കെ ഓണ സെലിബ്രേഷൻ കൊടുക്കാൻ പറ്റിയ പൂവിന്റെ മോഡലിൽ വരുന്ന സെറ്റ് സാരി ഉണ്ട് കേട്ടോ. പൂവൊക്കെ വേണമല്ലോ, ഓണല്ലേ. പൂവില്ലാണ്ട് എന്തോ ഓണം അല്ലേ. അപ്പൊ ഇതിന്റെ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അപ്പൊ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാട്ടോ. ബൈ. ഇതാണ് നമ്മുടെ അടുത്ത ഓണ കളക്ഷനിലുള്ള സാരി. ഈ ബനാറസിയിലൊക്കെ പോലത്തെ ഒരു മോഡല് അതല്ല കേട്ടാ. പക്ഷെ നല്ല ഒതുങ്ങി എടുക്കുന്ന സാരി ആയിട്ട്. ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടാ. അതിങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഈ സാരി കൊടുക്കുമ്പോൾ ഈ ഒരു ഒറ്റ മാലും ഒരു ഹെവി ആയിട്ടുള്ള കമ്മൽ. ഇതിന് കമ്മലുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഇതാണ് കേട്ടോ സാരി. ഇതിന്റെ കളർ ചേഞ്ചുകളാണ്. ഇതൊക്കെ പച്ച. ഇത് കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ തല്ലോട് ഞാൻ മാറ്റിയരാ. അപ്പൊ ഈ പച്ച ജാക്കറ്റ് ഈ ഒരു കളർ സാരിയും പറ്റൂട്ടോ. നോക്കി, ഇത് ഈ ഒരു കളറും പറ്റും. ഇതൊക്കെ 1000ന്റെ ഉള്ളിലുള്ള റേറ്റിൽ വരുന്ന സാരികളാണ് കേട്ടാ. കണ്ട, ഈ ഒരു കളറ്. പിന്നെ അടുത്ത ഏതാ? അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കോൾ വന്നപ്പോ കട്ട് ചെയ്താണ്. അപ്പൊ അടുത്തത് ഇതിന്റെ വേറൊരു കളർ അല്ലേ. ഏകദേശം ഇത്ര കളറാണോ? അല്ല, ഇതൊരു പച്ചയുടെ കളറിലേക്ക് പോകും. ഇതൊന്നുകൂടി നല്ല കളർ കേട്ടോ. ഒരു നീലയുടെ ഒരു കളറിലേക്കാണ് കേട്ടോ. അപ്പൊ ഇത് വേണ്ടവര് ഇതിന്റെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ബായ്. ഇതൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ, ഇത് ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ തോന്നുന്നു സ്കേർട്ട് അടിക്കാൻ ഓക്കേന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്കേർട്ട് അടിച്ചിട്ട്